മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ സംസാരിക്കുകയായിരുന്നു. മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിയ ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. റിയ തന്നെ എറണാകുളം മാർക്കറ്റിനെ പറ്റി നേരത്തെ ചെയ്ത സ്റ്റോറി ഓർക്കുകയാണ്. അത്രമാത്രം അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് പുതിയ മാർക്കറ്റ്. ഉദ്ഘാടനത്തിനിടെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി എങ്ങനെയാണ് റൺ ചെയ്യാൻ പോകുന്നത്? ഇത് കൊച്ചിക്കൊരു അഭിമാന നേട്ടമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ കാത്തിരുന്ന എറണാകുളത്തിൻ്റെ നവീകരിച്ച പുതിയ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. 72 കോടി രൂപ ചെലവിൽ കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ആണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കൊച്ചി കോർപ്പറേഷനാണ് പരിപാലന ചുമതലയുള്ളത്. അങ്ങനെ ഏവർക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ ആ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പച്ചക്കറികൾ ഉള്ളത് ആദ്യത്തെ നിലയിലാണ്, താഴത്തെ നിലയിലാണ്. അവിടെ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് നിരത്തി ആളുകൾ കച്ചവടം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ ഔദ്യോഗിക കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അതായത് പുതിയൊരു മാർക്കറ്റ് പുതിയ രൂപത്തിൽ അടിമുടി മിനുക്കി പ്രവർത്തനം ആരംഭിച്ചെന്നുള്ള മാർക്കറ്റ് തുടങ്ങി, കച്ചവടം ആരംഭിച്ചു. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഓർക്കാൻ പോലും പറ്റാത്ത നിമിഷങ്ങളാണ് ഈ കാണുന്നത്. പഴങ്ങൾ മാത്രം വിൽപ്പന നടത്തുന്ന സ്റ്റോളാണിത്. ഫ്രൂട്ട്സിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുകയാണ്. എത്ര വർഷമായിട്ട് പഴയ മാർക്കറ്റിൽ കച്ചവടം? പിന്നെ തീർച്ചയായും ഞങ്ങളിത് 3ാമത്തെ തലമുറയാണ് ഈ മാർക്കറ്റ്. ഉപ്പാടെ ഉപ്പ തുടങ്ങിയതാണ്. ഇപ്പൊ ഞാൻ മകൻ തുടങ്ങി, എൻ്റെ മക്കള്. മാറ്റത്തെ എങ്ങനെ കാണുന്നു? ഈ മാറ്റത്തെ അടിപൊളിയായിട്ട് കാണുന്നു. അടിപൊളിയായിട്ട് അടിപൊളിയല്ലേ? ആദ്യത്തെ കച്ചവടം നടത്തി? ഇല്ല. ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ ചെയ്യുള്ളൂ. ഒരാളായിട്ട് മാത്രം കച്ചവടം ചെയ്യൂല. എല്ലാം നമ്മുടെ ഇതിൽ സ്റ്റാൾ ഓണേഴ്സ് പറയുന്ന രീതിയിലുള്ള കച്ചവടം മാത്രമേ ഉള്ളൂ. ജോർജ് ഏട്ടൻ, ഞങ്ങളെ ക്ഷേമനിധി സെക്രട്ടറി പ്രസിഡന്റ് ജോർജ് ഏട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട മനുഷ്യനാണ്. സൗകര്യങ്ങളുണ്ടല്ലേ? ഒരുപാട് സൗകര്യങ്ങൾ. പഴങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. ഇങ്ങനെ ഓരോ സ്റ്റോളിലും പഴയ മാർക്കറ്റിലുണ്ടായിരുന്ന ആളുകൾ ഇവിടേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ കച്ചവടം ആരംഭിച്ചിട്ടില്ല. അവർ സാധനങ്ങൾ ഇവിടേക്ക് മാറ്റിയിട്ടേ ഉള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പച്ചക്കറികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ ഓരോ കടകളിലും സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അത് കാണാനായി ആളുകൾ വന്നു. അങ്ങനെ എങ്ങനെയുണ്ട് കട? എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല രസമാണ് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ. അതെ, എൻ്റെ കടയാണ്. ഇവിടെ ആളുടെ കടയാണ്. സാധനങ്ങൾ കൊണ്ടെത്തിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ. ഈ തിങ്കളാഴ്ചയോട് കൂടി ഉദ്ഘാടനം കഴിഞ്ഞു. ഈ മാറ്റത്തെ എങ്ങനെ കാണുന്നു? അടിമുടി മാറിയിട്ടുണ്ട്. നന്നായിട്ട് മാറിയിട്ടുണ്ട്. തിങ്കളാഴ്ച തൊട്ട് 100% ഭയങ്കര മാറ്റം. ഇതുപോലെ മുമ്പോട്ട് കൊണ്ടുപോയാൽ നന്നായി. ഇത് അത്ര ശോചനീയാവസ്ഥയിലുള്ളൊരു മാർക്കറ്റായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെയായാലും ഭയങ്കര മാറ്റം. 100% ആർക്കും അതിന് തെറ്റു പറയാൻ പറ്റാത്ത ഒരു മാറ്റം. പൂജ, ഇത് 275ഓളം കടമുറികൾ ഇവിടെ ഉണ്ട്. ഈ നിലയിൽ ആദ്യ നിലയിൽ പച്ചക്കറികൾ, പഴം, മുട്ട, സ്റ്റേഷനറിയാണ്. ഇതിന് തൊട്ട് മുകളിലാണ് ശീതീകരിച്ച നിലയുണ്ട്. അവിടെ മത്സ്യവും മാംസവും അടക്കമുള്ള ഇനങ്ങൾ വിൽപ്പന നടത്താനുള്ള സൗകര്യമുണ്ട്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ മേയർ പറഞ്ഞത് ഏറ്റവും മുകളിൽ ഒരു ഫുഡ് കോർട്ട് എന്നതുപോലും ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 19ഓളം ശുചിമുറികളുണ്ട്. കാർ പാർക്കിങ്ങിന് വിശാലമായ സൗകര്യമുണ്ട്. അങ്ങനെ അടിമുടി മാറ്റി അക്ഷരാർത്ഥത്തിൽ കൊച്ചി ഒരു സ്മാർട്ടായ ലുക്കിലും ഭാവത്തിലുമൊക്കെ ഒരു പുതിയ മാർക്കറ്റ് വന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാഴ്ചയാണ്. അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ആണ് 72 കോടി രൂപ മുതൽ മുടക്കി ഈ മാർക്കറ്റ് ഇങ്ങനെ നിർമ്മിച്ചത്. ഇത് ഇതേപോലെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഇത് കൊച്ചിക്കൊരു മികച്ച മാതൃകയായി എടുത്തു കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്.